5000 രൂപയ്ക്ക് പുറമെ 3 തവണ അവശ്യ സാധനങ്ങൾ വീട്ടിലെത്തിക്കാൻ നമുക്ക് സാധിച്ചു. ജീവൻ രക്ഷാ മരുന്നുകൾ തുടർച്ചയായി 3 മാസത്തോളം നമുക്ക് ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. കുട്ടികളുടെ പഠന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. ഒപ്പം ഇത് നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യമല്ല, നമുക്കൊരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നമ്മളുടെ ഡ്രൈവേഴ്സ് യൂണിയൻ അവരുടെ മുഴുവൻ വാഹനങ്ങളും കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേരള സർക്കാരിന് വിട്ടു നൽകി. നമ്മളുടെ കോസ്റ്റ്യൂം യൂണിയൻ ആയിരക്കണക്കിന് മാസ്കുകൾ തയ്ച്ചുണ്ടാക്കി ക്യാമ്പുകളിൽ എത്തിക്കുകയുണ്ടായി. നമ്മൾ തിരുവനന്തപുരത്തും എറണാകുളത്തും അന്ന് പകലന്തിയോളം തെരുവിൽ നിന്ന് പണിയെടുക്കുന്ന പോലീസുകാർക്ക് ഭക്ഷണം എത്തിച്ചു. ഇതെല്ലാം ഞാൻ പറയുന്നത് ഫെഫ്ക എന്ന പ്രസ്ഥാനം എന്തുമാതിരിയുള്ള ഒരു സംസ്കാരമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. 2 or 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാനിത് അവസാനിക്കാം. ഇങ്ങനെ എല്ലാം പറയുമ്പോൾ ഈ കടന്നു വന്ന നാടുവഴികൾ വളരെ സുഗമമാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്കാർക്കും ഉണ്ടാകണ്ട. ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്തു തന്നെയാണ് ഫെഫ്ക ഇവിടെ വരെ. ഫെഫ്കയുടെ ആരംഭകാലത്ത് ബഹുമാന്യനായ ജോഷി സാറൊക്കെ ഇവിടെയുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എത്ര കേസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അതിനെല്ലാം ശേഷം പലതരത്തിലുള്ള വിമർശനം ഫെഫ്ക നേരിടുന്നു. നമ്മളുടെ 2009 തൊഴിലാളി സംഗമത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടാൽ, ഇപ്പോ ഈ ഹാളിലെ വീഡിയോ കണ്ടാൽ നോക്കൂ, എന്ത് ഗംഭീരമായിട്ടാണ് നമ്മളുടെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിച്ചത്. എല്ലാ മേഖലയിലും സ്ത്രീ സാന്നിധ്യം ഫെഫ്കയിൽ ഫെഫ്ക സ്ത്രീ വിരുദ്ധമാണ് എന്നുള്ള വിമർശനം പലതവണ ഫെഫ്കയ്ക്ക് നേരെ ഉയർന്നു. അവരോട് പറയാനുള്ളത്, സൈബർ സ്പേസിന്റെ സുഖശീതളമയിൽ ഇരുന്നുകൊണ്ട് സ്ത്രീവാദം പറയുന്നവരല്ല ഞങ്ങൾ. ക്യാരവിനകത്തിരുന്നുകൊണ്ട് ഫേസ്ബുക്കിലൂടെ സ്ത്രീ വിമോചന പ്രവർത്തനം നടത്തുന്നവരല്ല ഞങ്ങൾ തൊഴിലിടത്തിൽ ഇറങ്ങി ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ ആശങ്കകൾ അകറ്റുന്നവരാണ്. ഫെഫ്ക അടിസ്ഥാനപരമായും തൊഴിലാളി സംഘടനയാണ്. സ്ത്രീയും പുരുഷനും പ്യുവർ സെക്സ്വാലിറ്റി, കറുപ്പും വെളുപ്പും, ഏത് മതവും ഏതും ജാതിയുമായിക്കോട്ടെ, അതെല്ലാം അവസാനം തൊഴിലാളി എന്ന ഒറ്റ സമ്പർക്കത്തിൽ ഉള്ളൊതുങ്ങി ഒരു മഹാസ്വത്വമായി പരിണമിക്കുന്നു. അതാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. അഭിമാനിക്കുന്നു ഞങ്ങൾ തൊഴിലാളികളാണ് എന്ന് പറയുന്നു. ഫെഫ്കയുടെ ഏറ്റവും വലിയ സംഭാവന 2008 ഞാനൊരു തൊഴിലാളിയാണ് എന്ന് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞവർക്ക് ഇന്ന് തല ഉയർത്തി നിന്ന് നെഞ്ചു തിരിച്ച് പറയാം, അതെ ഞാനൊരു തൊഴിലാളിയാണ് എന്ന്. ഈ ഹാളിൽ ഇരിക്കുന്നവരെല്ലാവരും തൊഴിലാളികളുടെ ആ ആത്മാഭിമാനത്തിന്റെ പേരാണ് ഫെഫ്ക എന്ന്. ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങളിൽ ആണ് ഫെഫ്ക ഏറ്റവും വലിയ വെല്ലുവിളി നൽകുന്നത്. ഇതുവരെ ചെയ്തിരുന്നത് ഓരോ യൂണിയനും ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയുമായി ടൈപ്പ് ചെയ്യുന്നു. 7000 ഉദാഹരണം പറഞ്ഞാൽ ഡയറക്ടേഴ്സ് യൂണിയൻ കഴിഞ്ഞ വർഷം അടച്ചത് ആളൊന്നിന് 8500 രൂപയാണ്. 28 ലക്ഷം രൂപയോളം ആ യൂണിയൻ അടയ്ക്കേണ്ടി വരും. 1.5 ലക്ഷം രൂപ മാത്രമാണ് പരമാവധി കിട്ടുക. പക്ഷെ ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയിട്ട് ആ ബില്ല് കൊണ്ട് കൊടുത്താൽ അതിനകത്ത് പലതരത്തിലുള്ള, നിങ്ങൾക്കറിയാം, അത് മുഴുവൻ കിട്ടാൻ 20% വരെ അതിനകത്ത് കിട്ടാതെ പോകുന്നു. എന്താണ് ഇതിനൊരു പ്രതിനിധി എന്ന് ഞങ്ങൾ ആലോചിച്ചു. ഏറ്റവും കൂടുതൽ നിങ്ങൾ വിഷമം അനുഭവിക്കുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് ആശുപത്രി ചികിത്സ തേടേണ്ടിയിരിക്കുകയാണ്. അങ്ങനെയാണ് 6 മാസം മുമ്പ് ഫെഫ്കയുടെ മുഴുവൻ സെക്രട്ടറിയെ വിളിച്ചിട്ട് നമുക്കൊരു സ്വന്തമായിട്ടൊരു സ്വാശ്രയ ബോധമുള്ള ഒരു പദ്ധതി നമുക്ക് ആവിഷ്കരിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അവർ വളരെ
6 മാസത്തോളം ഗൃഹപാഠം ചെയ്ത് ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ച് ഒരു പദ്ധതി തയ്യാറാണ്. ആളൊന്നിന് 3000 രൂപ വെച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വെൽഫെയർ അക്കൗണ്ടിലേക്ക് ആ പൈസ വരും. ഒരു വർഷം ആശുപത്രി ചികിത്സയ്ക്ക് ഒരംഗത്തിന് 3 ലക്ഷം രൂപ വരെ കിട്ടുന്ന പദ്ധതിയാണ്. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള കിഴിവുകളും ഇൻഷുറൻസ് കമ്പനി ചെയ്യുന്നതുപോലെ ഉണ്ടാകും. തീർച്ചയായിട്ടും അതിന് സ്ക്രൂട്ടനി ഉണ്ടാവും, പക്ഷെ ഇൻഷുറൻസ് കമ്പനിയുടെ സമീപനമായിരിക്കില്ല. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയുന്നത്, നിങ്ങൾ ജാഗ്രതയോടെ ഈ പദ്ധതിയിൽ അംഗങ്ങളായി തുടരണം. കാരണം 5000 പേരാണ് ഈ പദ്ധതിയിൽ ചേർന്നത്. 1.5 കോടി രൂപയാണ് നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത്. പക്ഷേ 50 ആളുകൾ 3 ലക്ഷം രൂപ വീതം ക്ലെയിം ചെയ്താൽ 1.5 കോടി രൂപ തീർന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ 1% ആളുകൾ മുഴുവൻ പൈസയും ക്ലെയിം ചെയ്താൽ നമ്മൾ ആ ഫണ്ട് തീർന്നു. ഒരു വല്ലാത്ത എക്കണോമിക്സ് ആണ്. അപ്പൊ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു 30% ഓവർ സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോഴേ. ആ 30% ഞങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടെത്തും.